ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ചോജ് വില്ലേജിലാണ്. ചോജ് വില്ലേജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ കസോളിലേക്ക് വന്നപ്പോൾ ആദ്യം പോയ വില്ലേജ് ചലാൽ, അങ്ങോട്ട് തന്നെ, പക്ഷേ സെയിം പ്രോപ്പർട്ടിയിലേക്കല്ല. ഇന്ന് നമ്മൾ പോകുന്നത് അഖിലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ്. ഏരിയ തന്നെ ഇട്ടു, ഏരിയ 51. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചോജിയിൽ നിന്ന് നടക്കുന്നു. ഇവിടെ നിന്ന് ചലാലിലേക്ക് ഏതാണ്ട് 2.5 കിലോമീറ്റർ. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ നമ്മൾ നടന്നു തന്നെ പോകുന്നത്. കൊള്ളാം. ഇപ്പോൾ തണുപ്പ് വലിയ കുഴപ്പമില്ല, സെറ്റായി തണുപ്പായിട്ട്. ഇന്നലെ രാത്രിത്തെ കിടപ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നേരെ പ്രോപ്പർട്ടിയിലേക്ക്. ഈ കാണുന്ന റിവർ സൈഡ് ക്യാമ്പിംഗ് ഉണ്ടോ ഇവിടെ? പക്ഷേ റിവർ സൈഡുമാണ്, ഇവിടെ റോഡ് സൈഡുമാണ്. അത് വലിയ പ്രൈവസി ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ചെറിയ ട്രെയിൽസൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ടാണാവൂ. നമ്മൾ തിരിച്ചങ്ങനെ കസോളിലെത്തി. ഇനി ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചലാലിലേക്ക് നടക്കാം. നമുക്ക് കാര്യം നടക്കില്ല. നമ്മൾ തിരിച്ചങ്ങനെ അതേ ധാബയിൽ തന്നെ, ശങ്കർ ധാബയിൽ തന്നെ എത്തിയിട്ടുണ്ട്. മാഗിയിൽ പണി കിട്ടി അധികം കാരണം, അതുകൊണ്ട് ഈ പ്രാവശ്യം മാറ്റി പിടിച്ച് രാജ്മ ചാവൽ പറഞ്ഞിട്ടുണ്ട്. രാജ്മ ചാവൽ അടിച്ചിട്ട് രാജ്മ ചാവൽ പ്രാവശ്യം കഴിച്ചിട്ട് വലിയ കുഴപ്പമുണ്ടായില്ലല്ലോ. അപ്പോൾ ഇന്ന് രാജ്മ ചാവലേക്ക് നമ്മുടെ കൂടെ വേറെ 2 ടീംസുകളുണ്ട്. അവരാറ്റത്തിരിപ്പുണ്ട്. കോഴിക്കോട് ടീംസാണ്. അവർ നമ്മളോട് ഇന്നുണ്ട്. അങ്ങോട്ട് എല്ലാവരും യുദ്ധം തുടങ്ങി. ബടൻ നമ്പർ 1 ബടൻ അവസാനം വിട്ട്, അതുകൊണ്ട് ടൈം എടുക്കും. ബടൻ ഒക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഡാൻസ് കളിക്കണം. അതിനുള്ളിൽ അച്ചാർ മുറിയാണല്ലേ. അങ്ങനെ രാജ്മ ചാവലൊക്കെ വയറിറച്ച് കുത്തിക്കയറ്റി ചലാലിലേക്ക് നടന്നു തുടങ്ങി. ഓടാങ്ങാട് നിന്നല്ല, ഇതാണ്ട് നമ്മുടെ കോഴിക്കോടുള്ള 2 പേര്. അപ്പോൾ ഇവർ നമ്മളിവിടെ നേരെ ചലാലിലേക്ക് ഏരിയ 51ലേക്ക് വരുന്നുണ്ട്. പരിപാടിയുടെ ഫ്ലെക്സുകളൊക്കെ പരിപാടി പിടിക്കുന്നുണ്ട്. ചലാലിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ടല്ലോ. രാവിലെ തന്നെ ചലാലിലെ പണിക്കാരി ബാഗും തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. ഒരു പണിക്കാരൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നടന്നോ, കൂടെ നടന്നോ, ഒരേപോലെ തോന്നുള്ളൂ. അതുങ്ങളുടെ മേത്ത് കട്ട്, നിന്റെ മേത്ത് തുണി. എന്താ മാച്ചിങ്? ഒരമ്മ ഒറ്റ മക്കളെ പോലെ ചെയ്യണം. ഓരോരുത്തരൊക്കെ പാറപ്പുറത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കുക. പൊള്ളി. അങ്ങനെ നമ്മൾ ചലാൽ നടന്ന് കയറി. നമ്മൾ നേരത്തെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി കയറി. ഇവിടെ വന്നപ്പോൾ ഒരു കലക്കന ഏരിയ, കുറേ പേര് അവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയണമെങ്കിൽ നമ്മൾ തൊട്ടരികത്തായിരുന്നു ഒരു വൈൻ ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടില്ലായിരുന്നു. നമ്മളിത് മേടിക്കാൻ വേണ്ടി കസോള് വരെ നടന്നായിരുന്നു ചലാലിൽ നിന്ന്. നമ്മളിപ്പോഴാണ് കാണുന്നത്. അത് ഇനി നമുക്ക് അടുത്ത ഏരിയ കണ്ടുപിടിക്കട്ടെ. ഏടാ അതിലെ ലൊക്കേഷൻ ഇടാ, നിൻ്റെ അടുത്താണ് ലൊക്കേഷൻ ഉള്ളത്. ആണല്ലേ, നടന്നിരുന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഏരിയ 51 ലൊക്കേഷൻ ഇട്ടപ്പോഴേക്കും ഗൂഗിൾ മാപ്പ് ചെറിയൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. നമ്മ ചലാലിൻ്റെ അവിടെ നടന്ന് ഒരു വഴി വരെ എത്തി. അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഇതിലെ കൂടി വഴിയില്ല.
തിരിച്ചപ്പുറത്ത് റോഡ് വഴി കറങ്ങി വന്നൊക്കെ കാണിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പിള്ളേർ നീ നടന്ന കുഴപ്പമില്ല, വഴിയുണ്ടെന്ന് പറഞ്ഞത്. ദൈവത്തിന് അറിയാം ഇനി ഈ നടന്നൊക്കെ തിരിച്ചു നടക്കേണ്ടി വരുമെന്ന്. ഹായ് വാവ്, എൻ്റെ അടുത്തൊന്നുമില്ല. നടക്ക് ബാബാ. അങ്ങനെ വഴി തെറ്റി ഗൈസ്. വഴി തെറ്റിയിട്ട് ചെറിയൊരു കറക്കം കൂടി കറങ്ങേണ്ടി വന്നു. അല്ല, കറങ്ങേണ്ടി വരും. അങ്ങനത്തെ ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കണം ഇപ്പം. ഇവിടെ നിനക്കൊക്കെ വല്ല വഴി അറിയാമോ? POP പോകാനുള്ള 4 പേരും കൂടി ഞങ്ങൾ പുറകെ വന്നിട്ടുണ്ട്. 5 5ാമത്തെ കുഞ്ഞനാണ് ഞങ്ങൾ പോണപ്പ. ബൈ. ഇനി ഇവിടം വരെ അല്ലുള്ളൂ. നമുക്ക് ഇവിടം വരെ വഴി കാട്ടാൻ വേണ്ടി വന്നാൽ ഈ ഇടവഴിയൊക്കെ ഇവനെ എവിടെ എത്തിക്കൊന്നാവും. അല്ലെങ്കിൽ ഏരിയ 51 മാറ്റിയിട്ട് ഇവിടെ എവിടെയെങ്കിലും തങ്ങേണ്ടി വരും. നടന്ന് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ, അവിടെ വഴി കിട്ടാതെ അലഞ്ഞിരിക്കണാണ്. നോക്കട്ടെ, POP നോക്ക്. വഴി കണ്ടുപിടിക്കാനായിട്ട് ഒരുത്തിന് മാപ്പ് അയച്ചു കൊടുത്തിട്ട് അവന് വഴി നോക്കാൻ പോലും നമ്മളെ മുമ്പിൽ വണ്ടം വന്നുണ്ട്. വാ, മരപ്പണി. നല്ലൊരു കുത്തനെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ, കുണു വീടു എന്തമ്മേ, വീണാൽ നടുവൊടിഞ്ഞത് തന്നെ. അയ്യോ, ഉള്ള കൃഷി സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ആപ്പിൾ തോട്ടം വേണ്ട. ഇങ്ങാടാണോ വഴി അറിയില്ലല്ലോ. അവിടെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വഴി തെറ്റി. നോക്കട്ടെ, ഏത് പ്രോപ്പർട്ടികളിലൊക്കെ എത്തിയെന്നാണ്. ഗൂഗിൾ അറിയാൻ പാടാത്ത വഴി കൂടെയാണ് നമ്മൾ വന്നത്. ഗൂഗിളെ ഞെട്ടിക്കൊണ്ടാവും ഉമ്മര് വഴിയേക്കിന് പോകണം. വഴി തെറ്റിയില്ല ഗൈസ്. നമ്മളൊരുവിധം നീ എന്ത് കോപ്പുന്നു? ഞാനല്ലേ ചോദിച്ചു വഴി ചോദിച്ചത്. അപ്പൊ കൈ വയ്ക്കാനിക്കാൻ എൻ്റെ വഴി ചോദിച്ചെടുത്ത് ഒരു കുത്തനുള്ള ഇറക്കാൻ ഇറങ്ങിയെങ്കിലും ആദ്യം ഞാൻ ഞെട്ടി. തിരിച്ചത്ര നടക്കേണ്ടി വരുമെന്ന് അല്ലേ. പിന്നെ എത്തി നമ്മൾ. ഇനി ഇവിടെ നിന്നൊരു 4 മിനിറ്റ് കൂടെ ഉള്ള എവർഗ്രീൻ മരങ്ങളുടെ ഒത്തുനടുക്ക്. നമ്മൾ ഏതാണ്ട് പ്രോപ്പർട്ടി അടുത്ത് എത്താറായി. ഇല്ല, എത്താറായില്ലേ? ആ, പുഴ കൊണ്ടെന്ന്. പുഴ അപ്പുറത്തും പോകും ഇപ്പുറത്തും പോകും. ഇവിടെ പിന്നെ വഴി എത്തിക്കൊന്നുണ്ട. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ഹോട്ടൽസ് ഉണ്ടോ ഉള്ളത്. ഉള്ള WH കഫേ ഇവിടെയൊക്കെ ഉറപ്പണ്ട. ഇവർക്ക് പണി കിട്ടിയ പോലെ 350 ചായ ഒരെണ്ണം എടുക്കട്ടെ. ഇവിടെ ഉണ്ടാവും. ഈ സെറ്റപ്പ് കൊണ്ട് അറിയാം. 350 ചായ. ആ, അത് പറഞ്ഞില്ലല്ലേ, ഇവർക്കാണ് ആ പണി കിട്ടിയത്. 2 ചായക്ക് 350 രൂപ. ഒന്ന് തണുപ്പ് മാറ്റാൻ വേണ്ടി കയറിയ. ഇവിടെയൊക്കെ ഫുള്ള് പെയിന്റിങ് ആണ്ടാ. നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നാളെ ശിവരാത്രി അല്ലേ. ഏത് മൂട് വേറെ മൂടായിക്കൊള്ള. ഇവിടുത്തെ കഫേസൊക്കെ ഉണ്ടോ? ഇവിടെ കുറച്ച് പൊളിയാണ്ട ഈ ഏരിയ. അങ്ങനത്തെ കഫകളൊക്കെ ഉണ്ട്. പോലത്തെ ദാരിദ്ര്യം പിടിച്ച കഫകളല്ല, കുറച്ച് എക്സ്പെൻസീവ് കഫകളാണ്. ബാബ വൈൻസ് 24/7. ഓക്കെ, അവിടെ 10 ക്യാമ്പിങ്. ആ, കൊള്ളാം. ആ മര്യാദ റോഡ് വഴി വന്നു വെച്ചിട്ടുണ്ടല്ല. കസോളിന്ന് കുറച്ച് മുന്നേ നേരെ നടന്നത് എന്നെ മേളിലെത്തും. അവിടെ നിന്ന് ഈ സാധനം ഇറങ്ങി വന്നു വെച്ചെങ്കിൽ ഈ പാർക്കിനോടെ ഇറങ്ങി വെറുതെ വഴിയും തെറ്റി പണ്ടാരടങ്ങി. കുഴപ്പമില്ല, എന്തായാലും നല്ല അറിയും. ഇത് വെള്ളത്തിൻ്റെ കളർ നോക്കി പൊളി.
ഇവിടെ കുറച്ച് ആളുകൾ ഏരിയ ഉണ്ടോ? നൈസ്. കുറച്ച് പൊളി ഏരിയ ഉണ്ടോ? നല്ല രസമുണ്ട് ഇവിടുത്തെ മലകളൊക്കെ കാണാനായിട്ട്. കൊള്ളാം. പിന്നെ ഏതോ ഗുദാമേരിയ കൂടിയൊക്കെ പോകുന്നുണ്ട്. ആ സ്ഥലത്തിന് അമ്മ ഏതൊരു കഫേയിലോട്ട് കയറിപ്പോണ്ട്. സർക്കിൾ സ്ക്വയർ. The Bread Locks, Meraki Cafe Bakery. നമ്മൾ അവിടെ ഒരു കഫേ കയറിയിട്ടുണ്ട്. ചായ കുടിക്കാനാണ് അല്ലെങ്കിൽ ഇതാണ് പ്രോപ്പർട്ടി എന്ന് അറിയാൻ പാടില്ല. അവിടെ ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് സ്പോട്ട്. ഏരിയ 51 എന്ന് പറഞ്ഞ് കാണിച്ചത് തൊട്ടപ്പുറത്തായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇതാണ് തോന്നിയത്. നമുക്കൊരു തന്തൂർ റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പല റൂമിൽ കിടക്കണം നല്ലതല്ലേ. ഇവിടെ ഒറ്റ റൂമിൽ അങ്ങാട് ഇടി. ഇദ്ദേഹം നമ്മുടെ ഇലന്തൂറുണ്ടോ വരാപ്പുഴയിലാണ് വീട്. പേരെന്നറിയാവോ? മനോജ്. ഇവർ രണ്ടൊരു തൃശ്ശൂർക്കാരാണ്ടാ. ഇത് അഖില്, അനസ്. ഓക്കെ. ബാക്കിയൊക്കെ വഴി കഴിഞ്ഞ് ബാക്ക റെഡി ആയിട്ട് അയ്യോ റെഡി ആവട്ടെ. ഇത് ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക്. ഷെൽട്ടൻ പണി തുടങ്ങി. ഓർഡർ അല്ല, കട്ടാക്കില പാനി. ഓക്കെ. നമ്മടെ നാടൻ മാറ്റി വലിയ തുച്ഛം ഗുണമെന്ന് വെച്ച അല്ലേട്ടാ. ചേട്ടാ മോന്നൂടെ അടി കഴിയുമ്പോ മുറിങ്ങനെ കാണും. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് കയറി. ഫസല് ഇവിടെ എന്താണ് ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സഞ്ജു എന്തോ പൊട്ടറ്റോ കയ്യിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നു. ചീവാമോൺ. ഓക്കെ. ഫഹദാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. ഫഹദാണ് ഇവിടെ ചോറൊക്കെ എടുത്തതിന്റെ എഗ് പേരിട്ടിട്ടില്ലാത്ത ഏതൊരു ഡിഷ് ഫഹദ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചോറിന് മഞ്ഞ കളറൊക്കെ ഉണ്ട്. അതാണ് ഡിഷിന്റെ പേര്. പിന്നെയും പറയാം എന്താ ഡിഷ് എന്നുള്ളത്. പിന്നെ നാളെ രാവിലെ അറിയാം ഈ ഡിഷിന്റെ ഗുണനിലവാരം എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ കുക്ക് മിസ്റ്റർ ഫഹദ്. ഇന്ദ്രദീപത്തിന് ആരും മരിച്ചിട്ടില്ല. എല്ലാവരും കുട്ടൽക്കാ പാനിയൊക്കെ അടിച്ച് സെറ്റായിട്ട് കുറച്ചും എഴുന്നേറ്റുള്ളൂ. അപ്പോൾ അതേ രാവിലെ തന്നെ കുണുവാവ ചായ ഉണ്ടാക്കുന്നു. ചായപ്പൊടി ഏതാണെന്നറിയാൻ പാടിട്ട് കണ്ടുപിടിച്ചെടുത്ത് അഞ്ചിവിടെ മുട്ട എണ്ണിക്കൊണ്ടിരിക്കുന്നു. മുട്ട പൊട്ടിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതായാലും ചായയൊക്കെ ഉണ്ടാക്കട്ടെ. ബാക്കിയുള്ളവർ എഴുന്നേറ്റിട്ടില്ല. എല്ലാവരും പുതപ്പിനുള്ളിൽ തന്നെ. ചെറിയൊരു മഴയുണ്ട് പുറത്ത്. അപ്പൊ ഈ ചായ ഇട്ട് ചെല്ലുമ്പോൾ ചായപ്പൊടി തന്നെയല്ലേ അത്? കളർ വണ്ടിയിലല്ലാണ്ട്. അപ്പൊ എന്തായാലും ചായ ഉണ്ടാക്കട്ടെ ഗായ്സ്. അങ്ങനെ കുണു വിജയകരമായി ഒരു ഉള ചായ ഉണ്ടാക്കിയിരിക്കുകയാണ്. കളറുണ്ട് പക്ഷേ there is no taste. പിന്നെ പഞ്ചസാര ഉണ്ടായില്ല. ഐ മീൻ മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ കടുപ്പെങ്കിലും ആക്കായിരുന്നു. കളറുണ്ട് പക്ഷെ കടുപ്പില്ല. കുടിക്കുമ്പോ ഫീൽ കിട്ടണേ. കുടിക്കുമ്പോ ഫീൽ കിട്ടുന്ന സാധനം മേടിക്കട്ടെ. കുണുവിന്റെ ചായ അങ്ങോട്ട് സെറ്റ് ആകാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച്. രാവിലെ മഴയായിരുന്നു. അപ്പൊ മഴയൊക്കെ മാറിയേ. കോടാമഞ്ഞിൽ ഓഹോയ് താഴ്വരയിൽ ഓഹോയ്. അത് നേരെ പുറത്തേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കുത്തി എഴുന്നേൽപ്പിച്ചു. ഇന്നലെ കാണാതെ പോയ ഷെൽട്ടനെ ബാക്കി റെഡിയാക്കി തരാം. ഇപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ചായ കുടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പം അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം 9:30. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചായക്കട എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പാർവതി റെക്കോർഡ്സ് പ്ലേയേഴ്സ് അലോണെന്ന് നമ്മുടെ അഖിൽ പ്രൊഫസർ പറയുന്നുണ്ട്. ഓക്കെ. പ്രളയത്തിന് ഒഴുകിപ്പോയാണ് ഇവിടെ ഫ്രണ്ടിലല്ലേ. ഓക്കെ.
ആ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീദിയുടെ ചായയും ആലു പൊറോട്ടയും. ചായ 40 രൂപ, ആലു പൊറോട്ട 80 രൂപ. വെരി ചീപ്പ്. ഷെൽട്ടറിൽ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് പാനി എടുക്കട്ടെ? 2 റിസോർട്ടിൽ പോയി കിടന്നുറങ്ങാം. കസേരയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് മഴയായതുകൊണ്ട്. ഇതാണ് നമ്മുടെ അമ്മച്ചി. ഇന്നലെ ഷെൽട്ടനെ മയക്കി കിടത്തി ഉറക്കിയ കുട്ടികൾക്ക് പാനി ഉണ്ടാക്കി തരുന്ന അമ്മച്ചി. ഇതാണ് ഈ അമ്മിച്ച് കൊടുത്ത വാശടിച്ച് ഇവ മയങ്ങിപ്പോയി. അമ്മിച്ച് എന്താ പറഞ്ഞപ്പോ കൊണ്ടുവന്നേ ഇതേ എന്താണ്ടൊക്കെ പറയണ്ടെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഷെൽട്ടന്റെ പോക്കറ്റിന്റെ ബാഗിൽ കണ്ട രാവിലെ ഒന്നിനെ കുട്ടികൾക്ക് പാനി അടിച്ച് അവൻ ഇനിയും റിസോർട്ട് മാറി കയറാൻ പോണാണ് അവൻ. ചേട്ടാ അടുത്ത് കൈ പിടിച്ചേ കാണട്ടെ, ഒന്ന് കാണിക്കേ, ഞാൻ നോക്കട്ടെ. കുപ്പിങ്ങനെ രാവിലെ തന്നെ കുട്ടികൾക്ക് പാനിയുമായി ഷെൽട്ടൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കട്ടൽക്ക പാനിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പാട്ട് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ഇടുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.